ദിവസവും 5 മിനിറ്റ് ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, വിത്തിൻ 50 ഡേയ്സ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്ന ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ പഠിച്ച് നിങ്ങളുടെ 5 കൂട്ടുകാരുമായി സംസാരിച്ച് പരിശീലിക്കുക. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നാം നിത്യവും ഉപയോഗിക്കുന്ന വാക്യങ്ങളുടെ ഇംഗ്ലീഷ് പ്രയോഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ദിവസത്തിനും 5 വാക്യങ്ങൾ വീതം ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ ദിവസത്തെയും ടാസ്ക് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ കാണാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ആദ്യം മലയാളത്തിലെ പ്രയോഗവും പിന്നീട് അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് പരിശീലിക്കാം. ഇംഗ്ലീഷിൽ 2 രൂപത്തിൽ വായിക്കുന്നുണ്ട്. ഒന്ന് സാധാരണ നമ്മൾ പ്രയോഗിക്കുന്ന ശൈലിയിലും മറ്റൊന്ന് ശരിയായ പ്രൊനൗൺസിയേഷനോടുകൂടെയും വായിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇന്ന് നല്ല ദിവസമാണ്. ഇന്ന് നല്ല ദിവസമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗം ടുഡേ ഈസ് എ നൈസ് ഡേ, ഈസിൻറ്റ് ഇറ്റ്. ടുഡേ ഈസ് എ നൈസ് ഡേ, ഈസിൻറ്റ് ഇറ്റ്. അത് പ്രൊനൗൺസിയേഷനോടുകൂടെ എങ്ങനെ പറയാമെന്ന് നോക്കാം. ടുഡേ ഈസ് എ നൈസ് ഡേ, ഈസിൻറ്റ് ഇറ്റ്. ടുഡേ ഈസ് എ നൈസ് ഡേ, ഈസിൻറ്റ് ഇറ്റ്. നിങ്ങളുടെ തൊഴിൽ എന്താണ്? നിങ്ങളുടെ തൊഴിൽ എന്താണ്? അതിന് ഇംഗ്ലീഷ് പ്രയോഗം വാട്ട് ഈസ് യുവർ ഒക്കുപേഷൻ. വാട്ട് ഈസ് യുവർ ഒക്കുപേഷൻ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പ്രയോഗം വാട്ട്സ് യുവർ ഒക്കുപേഷൻ. വാട്ട്സ് യുവർ ഒക്കുപേഷൻ. നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത്? നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത്? ഇംഗ്ലീഷിൽ അതിൻ്റെ പ്രയോഗം ഡു യു ലിവ് ഹിയർ. ഡു യു ലിവ് ഹിയർ. പ്രൊനൗൺസിയേഷനോട് കൂടെ നമുക്ക് എങ്ങനെ ഉച്ചരിക്കാം? ടു യു ലിവ് ഹിയർ. ടു യു ലിവ് ഹിയർ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗം വേർ ആർ യു ഫ്രം. വേർ ആർ യു ഫ്രം. പ്രൊനൗൺസിയേഷനോട് കൂടെ where are you from. where are you from. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഞാൻ കേരളത്തിൽ നിന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗം I am from Kerala. I am from Kerala. പ്രൊനൗൺസിയേഷനോട് കൂടെ ഉച്ചരിക്കുന്നത് I am from Kerala. I am from Kerala. ഇനി നമ്മൾ ഈ ക്ലാസ്സിൻ്റെ 2ാം ഭാഗമായ പ്രാക്ടീസ് സെഷനിലേക്കാണ് കടക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പഠിച്ച 5 പ്രയോഗങ്ങൾ അത് പൂർണ്ണമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പ്രാക്ടീസ് സെഷനിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഞാൻ ഇതിൻ്റെ മലയാളം പറയും, നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് പറയണം. എഴുതുകയല്ല വേണ്ടത്, ഇംഗ്ലീഷ് പറയുകയാണ് വേണ്ടത്. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഇന്ന് നല്ല ദിവസമാണ്. നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത്? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? നിങ്ങളുടെ തൊഴിൽ എന്താണ്?